ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഒരു കൂട്ടുകറിയാണ് ഉണ്ടാക്കുന്നത്. അതിനായി ഞാൻ രാത്രി വെള്ളത്തിലിട്ട കടലയാണ്. ഇപ്പോൾ 8 മണിക്കൂറായി. നല്ല കുതിർന്ന് കിട്ടി. കഴുകി വൃത്തിയാക്കി എടുത്ത ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം. നമുക്ക് ഒരു വിസിൽ വരുന്നവരെ ഹൈ ഫ്ലെയിമിൽ പിന്നെ ലോ ഫ്ലെയിമാക്കി ഒന്ന് വേവിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ട മറ്റു സാധനങ്ങൾ: 2 ഏത്തയ്ക്ക, കായ് ഇത് ചെറിയ ചതുര കഷ്ണമായി ചെറുതായി അരിയണം. പിന്നെ ഒരു ചേന, അതും ചെറുതായി അരിയണം. പിന്നെ 2 തണ്ട് കറിവേപ്പില, 2 ഉണക്കമുളക്, തേങ്ങ ഇത് കടുക് വറുത്ത് ബ്രൗൺ കളറാക്കി വറുത്തെടുക്കാനുള്ളത്. ഇത് നമ്മൾ ജീരകവും ചേർത്ത് അരച്ചെടുക്കണം. ഇത് ആദ്യം തന്നെ തേങ്ങയിൽ കറിയിൽ ചേർക്കാനായി. പിന്നെ വേണ്ടത് കടുക്, ഉഴുന്ന്, വെളിച്ചെണ്ണ, ഉപ്പ്, ആവശ്യത്തിന് വെള്ളം, മസാലപ്പൊടികൾ: മഞ്ഞൾപ്പൊടി, ലേശം എരിവെള്ള മുളക് പൊടി, കുരുമുളക് പൊടി, ജീരകം. ഇത്രയാണ് ഈ കറിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. കറിയിൽ അവസാനം ഒരു 1/4 ടീസ്പൂൺ ശർക്കരയും കൂടെ ചേർക്കണം. ഇനി നമുക്ക് ഈ കടല, കുതിർത്ത് വെച്ചിരിക്കുന്ന കടല ഒരു പ്രഷർ കുക്കറിൽ അതിൽ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിക്കാം, ഏകദേശം 2 ഗ്ലാസ്. ഒരു വിസിൽ വരുന്നവരെ നമുക്ക് ഹൈ ഫ്ലെയിമിലും പിന്നെ ലോ ഫ്ലെയിമാക്കി വേവില്ല. വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ കായ് എല്ലാം ചെറിയ പീസായി കട്ട് ചെയ്തെടുക്കാം. പിന്നെ ചേനയും കായെല്ലാം അരിഞ്ഞ് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നിറം മാറിപ്പോകും. ഇനി നമുക്ക് ചേനയും കൂടെ അരിഞ്ഞെടുക്കാം. അതും ഇതേ വലുപ്പത്തിൽ തന്നെ അരിയാം. ചെറിയ പീസായി ഇതേ വലുപ്പത്തിൽ തന്നെ അരിയാം. ചേനയെല്ലാം അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, കായയും വെള്ളത്തിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ എടുത്ത് പാത്രത്തിലോട്ട് എല്ലാം കഴുകി വൃത്തിയാക്കി കായ ഇടാം. അതോടൊപ്പം തന്നെ വെള്ളം കളഞ്ഞ് ചേനയും ചേർക്കാം. കടല നമ്മൾ സെപ്പറേറ്റ് ആണ് വേവിക്കുന്നത്. ഇതിൻ്റെ കൂടെ ഇട്ട് വേവിച്ചാൽ വേഗത്തില്ല. അതുകൊണ്ട് സെപ്പറേറ്റ് നമ്മൾ വേകാൻ വെച്ചിട്ടുണ്ട്. ഇനി ഈ കായം ചേന അരിഞ്ഞതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, നമ്മൾ കടലയിൽ 1/2 ടീസ്പൂൺ ഉപ്പിട്ടാണ് വേവിക്കുന്നത്. അതുകൊണ്ട് ഇതിൽ 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് വേവാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കിയ ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവുന്നവരെ വേവിക്കാം. ഒരു സ്റ്റവ് കത്തിച്ച് പാത്രം അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഈ തേങ്ങ ഒന്ന് എണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ ജീരകവും ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. മഷി പോലെ വേണ്ട, ചെറുതായി ഒന്ന് അരച്ചെടുക്കാം. തേങ്ങ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്.
ഇങ്ങനെയാണ് അരച്ചെടുക്കുന്നത്. നമ്മുടെ സൈഡിലെല്ലാം ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി ഇത് നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. ഇളക്കി കൊടുത്ത് നോക്കാം. ചേനയും കായയൊക്കെ മുക്കാലോളം വേകാറായിട്ടുണ്ട്. ഈ സമയം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടലയും കൂടെ ചേർക്കാം. ബ്രൗൺ കടലയാണ് ഞാൻ ചേർക്കുന്നത്. കൂടെ ഇളക്കിയ ശേഷം അടച്ചു വെച്ച് വീണ്ടും നമുക്ക് അടപ്പൊന്ന് തുറക്കാം. ചേന എടുത്ത് നോക്കാൻ വെന്തിട്ടുണ്ട്. നല്ല വേവുള്ള ചേനയാണ്, എല്ലാം വെന്തിട്ടുണ്ട്. ഈ സമയം നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയും ജീരകവും കൂടെ അരച്ചത് ചേർക്കാം. എല്ലാം കൂടെ ഒന്നായി മിക്സ് ചെയ്യാം. തേങ്ങാപ്പീരയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കാം. ഇളക്കിയ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി തേങ്ങ വറുത്ത് ചേർക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് അടച്ച ശേഷം സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. കടായി അടുപ്പ് വെച്ച് സ്റ്റവ് കത്തിക്കാം. കടായി അത് ചൂടാകട്ടെ. ഒന്ന് നോക്കണം ഈ സമയം. ഉപ്പ് ശകലം കുറവാണ്. ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. ഇനി നമ്മളിതിൽ ഉപ്പൊന്നും ചേർക്കുന്നില്ല. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടാകട്ടെ. എണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉഴുന്ന് വേണമെങ്കിൽ ചേർത്താൽ മതി. ചില സ്ഥലങ്ങളിൽ ചേർക്കില്ല. 2 ഉണക്കമുളക്, 2 കറിവേപ്പില. ഒന്ന് മൂത്ത ശേഷം നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങാപ്പീരയൊക്കെ നല്ലതുപോലെ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നമുക്ക് കറിയിലോട്ട് ചേർക്കാം. നമുക്ക് അടപ്പം തുറക്കാം. തേങ്ങാപ്പീര നമുക്ക് ഈ കറിയിലോട്ട് ചേർക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. ഈ സമയം നമുക്ക് 1/4 ടീസ്പൂൺ ശർക്കര കൂടെ ചേർക്കാം. മധുരം ആവശ്യമുള്ളത് ചേർത്താൽ മതി. ഞങ്ങൾക്കിവിടെ അത് ഇഷ്ടമാണ്. അതും കൂടെ ചേർത്ത് ചെറിയ ചൂടോടെ നമ്മൾ ഇളക്കി അടച്ചു വയ്ക്കാം. സദ്യ സ്പെഷ്യൽ കൂട്ടുകറി റെഡി. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പി വീണ്ടും കാണാം. ഇത്
ഇത് ഓണസദ്യയുടെ സൈഡ് ഡിഷും കല്യാണങ്ങൾക്കുള്ള സദ്യയിലെല്ലാം സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കുന്ന കറിയാണ് കൂട്ടുകറി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ, നല്ല ടേസ്റ്റാണിത്. അടച്ചു വയ്ക്കാം. കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം.